നമ്മുടെ വീട്ടിലൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന സുഗന്ധം പരത്തുന്ന 5 റോസാ ചെടികളെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ 5 റോസാ ചെടികളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ റോസ് വന്നിട്ട് ഡബിൾ ഡിലൈറ്റ് എന്നറിയപ്പെടുന്ന റോസാണിതേ. അടിപൊളി സുഗന്ധത്തോടെ നിൽക്കുന്ന കിഡില റോസാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ പനിനീർ റോസാണ്. പനിനീർ റോസ്. അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ മലയാളികളെ. ഇതിൻ്റെ സുഗന്ധം മിക്ക വീടുകളിലും ഉള്ളതാണ്. പഴയ കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, കുറേ വീടുകളിലൊക്കെ ഉണ്ടാവില്ല. ആർക്കെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ച് വെക്കണം കേട്ടോ. പനിനീർ റോസ് നിറച്ച് വിരിയുന്നതാണ്. സ്വർഗീയ സുഗന്ധമാണ്. ശരിക്കും ഒരുപാട് കെയർ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഒരു തണ്ടിൽ തന്നെ ഇങ്ങനെ നിറച്ച് മൊട്ടുകൾ വന്ന് അതിങ്ങനെ പല ദിവസങ്ങളിലായിട്ട് വിരിഞ്ഞ് നമ്മളെ ഇങ്ങനെ സന്തോഷത്തിൽ ആറാടിക്കുന്ന ഒരു റോസാണ് ഈ പനിനീർ റോസ് എന്ന് പറയാം. ശരിക്കും എഡ്വേർഡ് റോസ് എന്നൊരു പേര് കൂടി ഇതിനുണ്ട്. നല്ല രസമായിട്ട് വിരിയുന്നതാണ്. സ്വർഗീയ സുഗന്ധം എന്ന് തന്നെ പറയാം. എനിക്കൊരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു റോസാണ് കേട്ടോ അത്. ഇനി അടുത്തത് വന്നിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനാണ്. അതെ, ബ്രിട്ടീഷ് രാജ്ഞി എന്നറിയപ്പെടുന്ന റോസ്. അപാര സുഗന്ധമായി വിരിയുന്നതാണ്. വെള്ളയും ചെറിയൊരു പിങ്കിൻ്റെ ഷോണിമ വരുന്നുണ്ട് അതിൽ. അങ്ങനെയുള്ള ഒരു റോസാണിത്. അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന, നിറച്ച് പഞ്ചായിട്ട് പിടിക്കുന്ന നല്ല സുഗന്ധമുള്ള സൂപ്പർ സുന്ദരി റോസാണ്. സുഗന്ധപ്പൂക്കളുടെ രാജ്ഞി എന്ന് തന്നെ അറിയപ്പെടുന്ന റോസാണിതെന്ന് പറയാം. അടുത്തത് നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ റോസിൻ്റെ യഥാർത്ഥ പേരെനിക്കറിയില്ല. നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പനിനീർ റോസിനെക്കാട്ടിയും ഒരുപാട് ഇതളുകൾ കൂടുതലാണ്. കളറും ഭയങ്കര ഡാർക്ക് കളറാണ് കേട്ടോ. അങ്ങനെ വിരിയുന്ന ഒരു റോസാണ് ഈ പനിനീർ റോസിൻ്റെ ചേച്ചി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ റോസുകളെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ കൽക്കട്ട 300 ആണ്. ഇതും അപാര സുഗന്ധമാണ് കേട്ടോ. ഇത് വിരിയുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത സുഗന്ധമാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഈ കൽക്കട്ട 300 എന്ന് പറഞ്ഞാൽ. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂക്കളാണ്. ഇതിൻ്റെ സുഗന്ധത്തിൽ മയങ്ങി വണ്ടുകൾ വന്ന് ഇതിൻ്റെ എതിളുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് കാണാറുണ്ട്. ശരിക്കും അത്രയും സുഗന്ധമുള്ള ഒരു റോസാണിത്. അപ്പോൾ ഈ 5 റോസുകളെയും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ റോസുകളെക്കുറിച്ചുള്ള അപ്ഡേഷനും പുതിയ കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ടാറ്റാ.